നമസ്കാരം. സത്യം വെറും ഒരു വാക്കല്ല, ജീവിതം മുഴുവൻ സത്യമാക്കി തീർക്കണം. ഞാൻ ഇന്ന് പ്രസംഗിക്കുവാൻ പോകുന്ന വിഷയം 2020 ജീവിക്കുന്ന ഗാന്ധിജി. ഇന്നത്തെ കാലഘട്ടത്തിൽ ചിന്തിക്കാൻ പറ്റിയ വളരെ പ്രസക്തമായ ഒരു വിഷയം. ഗാന്ധിജി ഇന്ത്യക്കാരനായിരുന്നുവെങ്കിലും അദ്ദേഹം ഇന്ത്യക്ക് മാത്രം വേണ്ടിയുള്ള ആളായിരുന്നില്ല. എനിക്ക് കിട്ടിയ ഈ വേദി അതിന്റെ ജീവിക്കുന്ന ഉദാഹരണമാണ്. ഗാന്ധി എന്ന കവിതയിൽ വി മധുസൂദനൻ നായർ ചോദിക്കുന്നുണ്ട്, കനവായിരുന്നുവോ ഗാന്ധി, കഥയായിരുന്നുവോ ഗാന്ധി? കനവ് പോലെയോ കഥ പോലെയോ ഓരോ ഇന്ത്യക്കാരനെയും കടന്നുപോയ ജീവിതം കൊണ്ട് ഒരു ജനതയെ മുഴുവൻ അത്ഭുതപ്പെടുത്തിയ ഗാന്ധിജിയുടെ ജീവിതത്തെ വിസ്മയത്തോടെയല്ലാതെ വരും തലമുറയ്ക്ക് നോക്കിക്കാണാനാവില്ല. ഭൂമിയിൽ രക്തവും മാംസവുമുള്ള ഇങ്ങനെയൊരാൾ ജീവിച്ചിരുന്നതായി വരും തലമുറ വിശ്വസിച്ചേക്കില്ല എന്ന് ഗാന്ധിജിയെ കുറിച്ച് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ വാക്കുകൾ ഓരോ വർഷം കഴിയും തോറും കൂടുതൽ പ്രസക്തമാവുകയാണ്. ഭരണവുമായി വിദൂര ബന്ധമില്ലാത്ത സത്യവും അഹിംസയും മാത്രം കരുത്തായ ഒരാൾ ശതാബ്ദങ്ങൾ പഴക്കമുള്ള സാമ്രാജ്യത്തെ കുലുക്കിയെന്ന് മാത്രമല്ല, നിരവധി രാജ്യസ്നേഹികളിൽ സ്വാതന്ത്ര്യത്തിന്റെ അഭിവാജ്ഞ പതിപ്പിച്ചുവെന്നതും ചരിത്രത്തിൽ എവിടെയും കാണാത്ത കാര്യമാണ്. ജനങ്ങൾ ഭരണത്തെ ആശ്രയിക്കാതെ സ്വാശ്രയത്വം കൈവരിക്കുന്നതിനുള്ള ദിശയാണ് അദ്ദേഹം പറഞ്ഞു തന്നത്. നമ്മൾ ഇന്ന് നേരിടുന്ന വൻ വെല്ലുവിളികൾ, അത് പ്രളയമാകട്ടെ, മഹാമാരികളാകട്ടെ, ഭീകര പ്രവർത്തനങ്ങളാകട്ടെ, അത് പരിഹരിക്കുന്നതിൽ ഗാന്ധിയൻ ദർശനങ്ങൾ വലിയ ഒരു മാധ്യമമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് 2020 ഗാന്ധിജി ജീവിക്കുന്നുവെന്ന് വ്യക്തമാകുന്നത്. മഹാത്മജി പറയാറുണ്ടായിരുന്നു, എൻ്റെ ജീവിതം തന്നെയാണ് എൻ്റെ സന്ദേശമെന്ന്. ഗാന്ധിജി എന്നും അകറ്റി നിർത്തിയ വൈകൃതങ്ങൾ, ജോലിയില്ലാതെയുള്ള സമ്പത്ത്, മനസാക്ഷിയില്ലാത്ത സന്തോഷം, ധാർമ്മികതയില്ലാത്ത ബിസിനസ്, ധാർമ്മികതയില്ലാത്ത മതം, ആദർശമില്ലാത്ത രാഷ്ട്രീയം. ഗാന്ധിജിയുടെ ആശയങ്ങൾ മാനവികതയോടൊപ്പം ഒഴുകുന്നിടത്തോളം ഗാന്ധിജിയുടെ പ്രചോദനവും പ്രസക്തിയും നമ്മോടൊപ്പം ഉണ്ടാകും. അശോകനും ബുദ്ധനും ശങ്കരാചാര്യരും മറ്റും അഗ്നി പകർന്ന മണ്ണിൽ ജ്വലിക്കുന്ന ശക്തിയായി തീർന്ന വ്യക്തിയാണ് ഗാന്ധിജി. ജീവിതത്തിൽ നേരിടേണ്ടി വന്ന പ്രതിബന്ധങ്ങളെ സത്യത്തിന്റെയും അഹിംസയുടെയും ദിവ്യദീപ്തിയിൽ വീക്ഷിക്കുകയും ആ പ്രകാശത്തിലൂടെ അവയെ വിലയിരുത്തുകയും ചെയ്തു എന്നതാണ് ഗാന്ധിയൻ ചിന്താഗതിയുടെ വൈശിഷ്ട്യങ്ങൾ. ഗാന്ധിജിയുടെ ദർശനങ്ങളായ സത്യം, അഹിംസ, ശുചീകരണം, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം തുടങ്ങിയവയെല്ലാം ദിവസങ്ങൾ കഴിയും തോറും കൂടുതൽ പ്രസക്തമാവുകയാണ്. സത്യത്തിന്റെയും അഹിംസയുടെയും സ്വാതന്ത്ര്യത്തിന്റെയും വഴികളിലൂടെ സഞ്ചരിച്ച് സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കരങ്ങളിൽ നിന്ന് ഭാരത സ്വാതന്ത്ര്യം നേടിത്തന്ന ഗാന്ധിജിയുടെ പാത നമുക്ക് പിന്തുടരാം. നാം ചവിട്ടി നടക്കുന്ന മണൽത്തരികളെക്കാൾ വിനീതരാകണം നാം എന്ന ഗാന്ധിജിയുടെ വാക്കുകൾ ഇന്നത്തെ കാലഘട്ടത്തിൽ എത്രയോ പ്രസക്തമാണ്. നന്ദി, നമസ്കാരം.